അസ്സലാമു അലൈക്കും. ഒന്നാമത്തെ സംശയമായി എഴുതി കിട്ടിയത് 70,000 പേര് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞ ഹദീസിൽ അവരുടെ യോഗ്യത പറഞ്ഞപ്പോൾ ലാ യർഖൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഹദീസ് മന്ത്രിക്കുന്നതിനെതിരല്ലേ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു സംശയം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. ആ വിഷയത്തിൽ അവർ ലാ യർഖൂന, അവർ മന്ത്രിക്കാത്തവരായിരിക്കും. ലാ യർഖൂൻ വലാ യസ്തർഖൂൻ വലാ യക്തവൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ഇങ്ങനെ ആണ് ആ റിവായത്തുകൾ വന്നിട്ടുള്ളത്. ലാ യർഖൂൻ, അവർ മന്ത്രിക്കാത്തവരായിരിക്കും എന്നാണ് അതിൻ്റെ ഒരു റിവായത്തിലുള്ളത്. അത് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങൾ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് എതിരല്ലേ എന്നുള്ളതാണ് ഇവിടെ സംശയമായിട്ട് വന്നിട്ടുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, പ്രമാണങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ അംഗീകരിക്കാൻ സന്നദ്ധരല്ലാത്ത ചില ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില വസ്വാസുകളുണ്ട്, ചില ശുബ്ഹാത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരു വിഷയം മാത്രമാണിത്. അവർ യഥാർത്ഥത്തിൽ ഈ ഹദീസിനെ പരമാവധി തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും അതിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ മന്ത്രം തന്നെ തെറ്റാണ് എന്നുള്ള ഒരു ചിന്താഗതി, മന്ത്രത്തോട് ഒരു വെറുപ്പ് കാണിക്കുന്ന ഒരു സമീപനം, അവർ സ്വർഗത്തിൽ പോലും പ്രവേശിക്കുകയില്ല എന്നൊക്കെ രൂപത്തിലുള്ള വിശദീകരണങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹദീസ് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. വളരെ സുദീർഘമായിട്ടുള്ളൊരു ഹദീസാണ്. പല തവണ നമ്മളത് മനസ്സിലാക്കിയ ഹദീസായതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വിചാരണ കൂടാതെ 70,000 ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും. വേറെ ചില റിവായത്തുകളിൽ അതിൽ ഓരോരുത്തരുടെയും കൂടെ 70,000 ഉണ്ടാകുമെന്നുള്ളത് വേറെ ചില സഹിഹായ റിവായത്തുകളിൽ കാണാം. എന്നിട്ട് അവരാരായിരിക്കും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിൽ പറഞ്ഞതാണ്, ഒന്ന് ലാ യർഖൂൻ വലാ യസ്തർഖൂൻ, അവർ മന്ത്രിക്കാത്തവരായിരിക്കും, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരായിരിക്കും. രണ്ട് പദപ്രയോഗങ്ങളാണ്. ഒന്ന് മന്ത്രിക്കുക, ലാ യർഖൂൻ, റഖാ യർഖി, ലാ യർഖൂൻ, അവർ മന്ത്രിക്കാത്തവരായിരിക്കും. വലാ യസ്തർഖൂൻ, ഇസ്തർഖ, മന്ത്രിക്കാൻ ആവശ്യപ്പെടുക, അതാണ് ഇസ്തർഖ. പിന്നെ അവർ കയ്യ് നടത്താത്തവരായിരിക്കും, അവരുടെ റബ്ബിൽ മാത്രം വരമേൽപ്പിക്കുന്നവരായിരിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ലാ യർഖൂൻ, അവർ മന്ത്രിക്കാത്തവരാണ് എന്നുള്ള റിവായത്ത് വന്നിട്ടുള്ളത് ഇമാം മുസ്ലിമിൽ മാത്രമാണ്. ബുഖാരിയിൽ തന്നെ മുസ്ലിമിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ ഹദീസ് ആവർത്തിച്ചു വരുന്നുണ്ട്. പക്ഷെ അതിൽ ഒരു ഹദീസിലാണ് ലാ യർഖൂൻ എന്ന പദം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അതിനെ കൃത്യമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്താണ് ലാ യർഖൂൻ എന്നുള്ളതിന് മുഹദ്ദിസീങ്ങൾ കൃത്യമായി അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അതിലൊരു വ്യാഖ്യാനം, ലാ യർഖൂൻ എന്നത് മുസ്ലിമിൻ്റെ റിവായത്തിലുള്ളത് ഷാദ്ദാണ് എന്നുള്ളതാണ്. അപ്പോൾ അതോട് കൂടിയിട്ട് ആ പ്രശ്നം തീർന്നു. അത് ഷാദ്ദായ റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല. ഷാദ് ആയ റിപ്പോർട്ട് എന്ന് പറയാനുള്ള കാരണം, അതിൻ്റെ സനദിലുള്ള സഈദ് ബിൻ മൻസൂർ ഹുശൈമിൽ നിന്ന്, അതിൻ്റെ ഏതാണ്ട് എല്ലാ സനദുകളും സഈദ് ബിൻ ജുബൈറിലൂടെ, ഷാമിൽ നിന്നും സഈദ് ബിൻ ജുബൈർ വരുന്ന പല ത്വരീഖുകളുണ്ട്. അതിൽ ഒരു റിവായത്ത് വന്നിട്ടുള്ളത് സഈദ് ബിൻ മൻസൂറിൽ നിന്നാണ്. ആ റിവായത്തിൽ മാത്രമാണ് എന്ത് കാണുന്നത്, ലാ യർഖൂൻ എന്നത് വന്നിട്ടുള്ളത്, അവർ മന്ത്രിക്കാത്തവരാണ് എന്നുള്ളത് വന്നിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ആ റിവായത്ത്, ആ റിപ്പോർട്ട്, മുസ്ലിമിൻ്റെ ആ റിപ്പോർട്ട് ഷാദാണ് എന്നുള്ളത് പണ്ഡിതന്മാരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിച്ച പണ്ഡിതന്മാരൊന്ന് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അമ്മ വഖഅ മിന സിയാദ ഫി റിവായത്തി മുസ്ലിം ഹുമുല്ലദീന ലാ യർഖൂൻ. ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ വന്നിട്ടുള്ള സിയാദത്ത്, ഏത് ലാ യർഖൂൻ എന്ന് വന്നിട്ടുള്ള സിയാദത്ത്, ഫഹിയ സിയാദത്തുൻ ഷാദ. അത് ഷാദായ സിയാദത്താണ്. ഷാദായ സിയാദത്ത് എന്ന് പറയാനുള്ള കാരണം സിയാദത്തുകൾ മഖ്ബൂലായതുണ്ട്, നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. അപ്പോൾ അവിടെ ഷാദാണ്, അതുകൊണ്ട് തന്നെ അത് പ്രശ്നമാണ്. അപ്പോൾ അത് ഷാദായ സിയാദത്താണ്. ലാ യർഖൂൻ എന്നുള്ളത് മുസ്ലിമിൻ്റെ ആ റിവായത്തിൽ വന്നിട്ടുള്ളത് ഷാദാണ്. അതുകൊണ്ട് തന്നെ വല മജാലിൽ തഫ്സീലിൽ ഖൗലി ഫി ദാലിക്കൽ ആൻ മിൻ നാഹിയത്തിൽ ഹദീസിയ. ഹദീസിൻ്റെ ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ അത് സംസാരിക്കേണ്ട ഒരു കാര്യമല്ല, അതിൻ്റെ ഒരു രംഗമല്ല ഇപ്പോൾ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വഹസ്ബുക്ക്, നിനക്ക് മതി, അന്നഹ തുനാഫി മാ ദല്ല അലൈഹി ഹാദൽ ഹദീസ് മിൻ ഇസ്തിഹ്ബാബി റുഖ്യ. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റുഖ്യൻ്റെ മന്ത്രം ഉദ്ധരിച്ചതിന് ശേഷമാണ് ഈ സംഗതി വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, നിനക്ക് തെളിവ് തന്നെ ധാരാളമാണ്, നിനക്ക് മതി തെളിവായിട്ട്. എന്ത് മന്ത്രിക്കുക എന്നുള്ളത് മുസ്തഹബാണ് എന്ന് പറയുന്ന ഹദീസിന് ഇത് എതിരാണല്ലോ, അത് തന്നെ നിനക്ക് തെളിവായിട്ട് മതി. അതുകൊണ്ട് തന്നെ ഈ റിവായത്ത് ഷാദാണ്, ഈ സിയാദത്ത് ഷാദാണ് എന്നുള്ളതാണ് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിൻ്റെ മജ്മൂ ഫത്താവയിൽ 2 സ്ഥലത്ത് ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഒന്ന് ലാ യർഖൂൻ എന്നുള്ള റിപ്പോർട്ട് വഹുവ ഗാലത്തുൻ, അത് തെറ്റാണ് എന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞത് ലാ യർഖൂൻ എന്നുള്ള സിയാദത്ത് ലഈഫത്തുൻ ഗാലത്തുൻ, അത് ഗലത്താണ്, ലഈഫത്താണ് എന്ന് വേറൊരു സ്ഥലത്തും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസിനെ പറ്റി ഈ രൂപത്തിലുള്ള വ്യാഖ്യാനമാണ് ഒന്ന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. ലാ യർഖൂൻ അത് ഷാദായ റിവായത്താണ്, അവർ മന്ത്രിക്കാത്തവരാണ് എന്നുള്ളത് ഷാദായ റിവായത്താണ്. അതുകൊണ്ട് തന്നെ നമുക്കത് സ്വീകരിക്കേണ്ടതില്ല. പിന്നെന്താണ് ലാ യസ്തർഖൂൻ, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. പിന്നീട് ഈ വ്യാഖ്യാനമാണ് അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ലാ യർഖൂൻ എന്നുള്ളത് ഷാദാണ്. പിന്നെ ലാ യസ്തർഖൂൻ എന്നുള്ളതിൽ എന്താണ്, മന്ത്രിക്കരുത് എന്നല്ല, മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കരുത് എന്നുള്ളതല്ല. ഇത് രണ്ടും നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ഇവർ തെറ്റിദ്ധരിപ്പിക്കൽ ഈ രൂപത്തിലാണ്. ഒന്ന് മുസ്ലിമിൻ്റെ ഈ റിവായത്ത് വെച്ചിട്ട് അവർ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, പിന്നെ ഈ അർത്ഥത്തിൽ അവർ ദുർവ്യാഖ്യാനം നടത്താറുണ്ട്. ലാ യസ്തർഖൂൻ എന്നുള്ളതിൻ്റെ അർത്ഥം മന്ത്രിക്കരുത് എന്നോ മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കരുത് എന്നോ എന്നല്ല, രണ്ടും ഇസ്ലാം അനുവദിച്ചതാണ്. രണ്ടിൻ്റെയും തെളിവുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്, മന്ത്രിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ഉദ്ധരിച്ചു. ഇനി ഈ ഹദീസിനെ ഇബ്നു ഹജർ ഇതിന് വ്യാഖ്യാനം കൊടുക്കുന്നത് ലഖദ് റഖാ ജിബ്രീലു അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മന്ത്രിച്ചിട്ടുണ്ട്. വറഖാ അന്നബിയു അസ്ഹാബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെയും മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്. വഅദിന ലഹും ഫിർറുഖ, മന്ത്രിക്കാൻ അവർക്ക് അനുവാദം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വഖാല മനിസ്തതാ അൻ അൻഫ അഖാഹു ഫൽയഫൽ, സ്വന്തം സഹോദരന് ഉപകാരം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ആളുകൾ ഉപകാരം ചെയ്തു കൊടുക്കട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട്. വൻ നഫ്ഉ മത്ലൂബൻ, അപ്പോൾ ഉപകാരം ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു ആവശ്യമാണല്ലോ. ഖാല, എന്നിട്ട് അദ്ദേഹം പറയുന്നത് അമ്മൽ മുസ്തർഖി, എന്നാൽ മുസ്തർഖി ഫൈന്നഹു യസ്അലു ഗൈറഹു വയർജു നഫഹു, എന്നാൽ ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞ എന്താണ്, മറ്റൊരാളോട് മന്ത്രിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നതാണ്. മറ്റൊരാളോട് എനിക്ക് മന്ത്രിച്ച് തരണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇത് യഥാർത്ഥത്തിൽ എന്താണ്, ഇത് ഹറാമാണോ? ഹറാമും അല്ല. ഇത് ബിദ്അത്താണോ? ബിദ്അത്തും അല്ല. പിന്നെ എന്താ ഇതിൻ്റെ പ്രശ്നം? തമാമു തവക്കുലി യുനാഫി ദാലിക, തവക്കുലിൻ്റെ പൂർണ്ണതയ്ക്ക് അത് എതിരാകുന്നു, അത്രയേ ഉള്ളൂ. അതാണ് പണ്ഡിതന്മാർ മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇന്നമൽ മുറാദു വസ്ഫസ് സബ്ഈന ബി തമാമി തവക്കുലി,
ഫലാ യസ്അലൂന ഗൈറഹും അൻ ഇർഖിയഹും. അതുകൊണ്ട് തന്നെ ആ 70,000 ആളുകളുടെ പ്രത്യേകത എന്താ? അവരാ തവക്കുലിൻ്റെ പൂർണ്ണത നേടിയവരാണ്. ഫലാ യസ്അലൂന ഗൈറഹും. അതുകൊണ്ട് ഒരാളോടും അവർ ചോദിക്കൂല, അവരാവശ്യപ്പെടുകയില്ല അൻ ഇർഖിയഹും, അവർക്ക് മന്ത്രിച്ചു കൊടുക്കാൻ. അപ്പോൾ യഥാർത്ഥത്തിൽ അത് തൗഹീദിൻ്റെ പൂർണ്ണത, തവക്കുലിൻ്റെ പൂർണ്ണത. അതാണ് ആ 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞത്. അതല്ലാതെ ഒരാൾ മന്ത്രിക്കാൻ ആവശ്യപ്പെട്ടു എന്നത്, ഒരാൾ മന്ത്രിക്കാൻ ആവശ്യപ്പെട്ടാൽ തന്നെ അത് ഹറാമായിത്തീരുകയോ അത് ഇസ്ലാമിനെതിരായിത്തീരുകയോ അയാൾ സ്വർഗത്തിൽ പോകാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെന്താ? ആ തവക്കുലിൻ്റെ പൂർണ്ണതക്ക് ഭംഗം വരുത്തും എന്നുള്ളതാണ് ഇബ്നു ഹജർ അൽ അസ്കലാനി ഈ പരാമർശത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ റിയാദുസ് സ്വാലിഹീൻ്റെ ഷറഹിലും ഇതേ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരാളോട് മന്ത്രിക്കാൻ ആവശ്യപ്പെടുക. അദ്ദേഹം ലാ യർക്കൂൻ എന്നതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞത് കലിമത്തുൻ ഗൈറു സഹീഹ. ലാ യർക്കൂൻ എന്നുള്ളത് സ്വഹീഹല്ല. വലാ തസ്സീഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസുകളൊക്കെ അതിനെതിരാണ്. അതുകൊണ്ട് തന്നെ ലാ യർക്കൂൻ എന്നുള്ളത് സ്വഹീഹല്ല. لأن معنى لا يركون أي لا يقرؤون على المرضى وهذا باطل فإن رسول عليه الصلاة والسلام كان يرقي المرضى. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ രോഗികൾക്ക് മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഫൽ മുഹിമു, അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അന്ന ഹാദിഹി ലഫ്ല, ഈ ലാ യർക്കുൻ എന്നുള്ള പ്രയോഗം ലഫ്ലത്തുൻ ഷാദ, അത് ഷാദായ ഒറ്റപ്പെട്ട ഷാദായിട്ടുള്ള ഒരു പ്രയോഗം മാത്രമാണ്. വഹത്തുൻ, അത് തെറ്റാണ്. ലാ യജൂസ് ഇത്തിമാദുഹ, അതിനെ അവലംബിക്കൽ ശരിയാവില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുള്ളതിനെതിരാണത്. വസ്സവാബു, ശരിയായിട്ടുള്ളത് എന്താണ്? അപ്പോൾ ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ മാത്രം സഈദ് ബിൻ മൻസൂറിലൂടെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ വസ്സവാബു, ശരി എന്താണ്? ഹുമുല്ലദീന ലാ യസ്തർഖൂൻ എന്നുള്ളതാണ്. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ലാ യത്ലുബൂന, അവരാവശ്യപ്പെടുകയില്ല മിൻ അഹദിൻ, ഒരാളിൽ നിന്നും അൻ യഖറ അലൈഹിം ഇദാ അസാബഹും ഷൈഉൻ, അവർക്ക് വല്ല രോഗവും വല്ല വിപത്തും ബാധിച്ചാൽ മറ്റുള്ളവരോട് മന്ത്രിച്ച് തരണം എന്നവരാവശ്യപ്പെടുകയില്ല. ലിഅന്നഹും മുഅ്തമിദൂന അലല്ലാഹ്, അവർ അള്ളാഹുവിനെ മാത്രം അവലംബിക്കുന്നവരായിരിക്കും. എന്നിട്ട് ആ കാര്യങ്ങൾ അദ്ദേഹം എങ്ങനെ വിശദീകരിക്കുകയാണ്? മൊത്തത്തിൽ ചോദ്യം തന്നെ ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? എതിർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു രോഗം അല്ലെങ്കിൽ ഒരു വിപത്ത്, ഒരു പ്രയാസം അവർക്ക് വന്നാൽ തന്നെ അവരെന്ത് ചെയ്യും? മറ്റുള്ളവരോട് എനിക്ക് മന്ത്രിച്ച് തരണം എന്നവരാവശ്യപ്പെടില്ല. അപ്പോൾ അതാണ് ആ 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞത്. ആ തവക്കുലിൻ്റെ പൂർണ്ണതയ്ക്കെതിരാകുന്നു അത്രമാത്രം, അതിനൊരു ചെറിയ ഭംഗം വരുത്തുന്നു അത്രമാത്രം. അതല്ലാതെ ഒരാളിനി മന്ത്രിക്കാൻ ആവശ്യപ്പെട്ടാൽ തന്നെ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയില്ല എന്നൊന്നും, അത് ഹറാമാണെന്നോ അത് തെറ്റാണ് എന്നുള്ളതോ ഒന്നും ഇതുകൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഇതേപോലെ തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇതേ രൂപത്തിലുള്ള വ്യാഖ്യാനം തന്നെയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, അദ്ദേഹം ഒരുപാട് വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ ലാ യർഖൂൻ വലാ യസ്തർഖൂൻ എന്നുള്ളത് സ്വഹീഹായ ഹദീസുകൾക്കെതിരാണെന്ന് ചില ആളുകൾ വിചാരിക്കും. യഥാർത്ഥത്തിൽ ഇമാം നവവി കൊടുക്കുന്നൊരു വ്യാഖ്യാനം എന്താ വെച്ചാൽ, ഇവിടെ പറഞ്ഞ മന്ത്രം ഏതാണ്? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ബൽ അൽ മദ്ഹു. ഈ ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യമില്ല. പിന്നെ ഈ ഹദീസിലുള്ളത് എന്താ? ഇമാം നബി വേറൊരു വ്യാഖ്യാനം നൽകുന്നത് അൽ മദ്ഹു, മദ്ഹ് ചെയ്യലാണ്. ഫി തർക്കി റുഖാ, മന്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നതിനെ മദ്ഹ് ചെയ്യാണ്. അവർ മന്ത്രിക്കാത്തവരായിരിക്കും. എങ്ങനെയുള്ള മന്ത്രങ്ങൾ? ബിഹാ അർ റുഖാ അല്ലത്തി ഹിയ മിൻ കലാമിൽ കുഫാർ, കാഫിരീങ്ങൾ ചെയ്തിരുന്നതായ ആ മന്ത്രം, അത് മന്ത്രിക്കുകയില്ല, അത് മന്ത്രിക്കാത്തവരായിരിക്കുമെന്ന് അവരെ മദ്ഹ് ചെയ്തുകൊണ്ട് പറയുകയാണ്. അതേപോലെ തന്നെ വർറുഖ അൽ മജ്ഹൂല, അർത്ഥം തിരിയാത്ത, മജ്ഹൂലായ, തിരിയാത്ത, അറിയപ്പെടാത്ത മന്ത്രങ്ങൾ ചെല്ലുന്നതിന്, വല്ലത്തി ബിഗൈരിൽ അറബിയ, ഏതുപോലെ അറബിയല്ലാത്ത മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിന്, അതേപോലെ തന്നെ വമാല യുറഫു മഅനഹ, അർത്ഥമറിയാത്ത മന്ത്രങ്ങളെ, ഫഹാദിഹി മദ്മൂമ, ഇതെല്ലാം തന്നെ ആക്ഷേപിക്കപ്പെട്ടതാണ്.
ഇഹ്തിമാലി അന്ന മഅനാഹ കുഫറുൻ, അതിൻ്റെ അർത്ഥത്തിൽ ചിലപ്പോൾ കുഫർ ഉണ്ടാകാം, ഔ കരീബിൻ മിൻഹു ഔ മക്റൂഹുൻ എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് അതിനങ്ങനെ വിശദീകരിച്ചു പോവാണ്. അപ്പോൾ ഇമാം നബി കൊടുക്കുന്നൊരു വ്യാഖ്യാനം എന്താണ്? അവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ തെറ്റായ മന്ത്രങ്ങൾ അവർ ചെയ്യാത്തവരായിരിക്കും എന്നുള്ളതാണ് ഇമാം നബി കൊടുക്കുന്ന വ്യാഖ്യാനം. എന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ജമ്മ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ അദ്ദേഹം അങ്ങനെ വിശദീകരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ മൊത്തത്തിൽ ഈ ഹദീസിൻ്റെ മുസ്ലിമിൽ വന്നിട്ടുള്ള ഈ റിവായത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇതാണ്. ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് മുഹദ്ദിസീങ്ങൾ നൽകിയിട്ടുള്ളത്. അതല്ലാതെ പിന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആരും മന്ത്രിക്കരുത് എന്നോ മന്ത്രിച്ചു കൊടുക്കരുത് എന്നുള്ളതോ ലോകത്ത് ഒരൊറ്റ മുഹദ്ദിസും ആ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടില്ല. പിന്നെ കേരളത്തിൽ എന്താ വെച്ചാൽ ഇതൊന്നും ബുദ്ധിക്ക് ദഹിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഈ ഹദീസുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് മുഹദ്ദിസീങ്ങളും അതേപോലെ തന്നെ അഹ്ലുൽ ഇൽമിൽപ്പെട്ട സലഫികളായ പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ലാ യർഖൂൻ എന്നുള്ളത് ഷാദാണ്. ഇനി ലാ യസ്തർഖൂൻ എന്നുള്ളത് മന്ത്രിക്കരുത് എന്നോ മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കരുത് എന്നോ അല്ല, മറ്റൊരാളോട് മന്ത്രിക്കാൻ ആവശ്യപ്പെടരുത് എന്നാണ്. ഇനി ആവശ്യപ്പെട്ടാൽ തന്നെ അത് ഹറാമാകുന്നില്ല, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുന്നില്ല. പിന്നെന്താ? തവക്കുലിൻ്റെ പൂർണ്ണതയ്ക്ക് മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ തത്വം അതാണെന്ത്? ഒരാളോടൊന്നും ചോദിക്കരുത് എന്നുള്ളതാണ്. സ്വഹാബികളുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം വീണാൽ പോലും അത് അവർ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് അവർ എടുക്കലായിരുന്നു പതിവ്, മറ്റൊരാളോട് അത് എടുത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ടായിരുന്നില്ല എന്നൊക്കെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒന്നും ചോദിക്കാത്ത ആളുകൾ അവർ വിചാരണ കൂടാതെ 70,000 ആളുകൾ സ്വർഗത്തിൽ പോകുമെന്നുള്ളതാണ്. അതല്ലാതെ ഇത് മന്ത്രത്തിന് എതിരല്ല, അത് തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്.